നമസ്കാരം, ഞാൻ ഡെയ്സൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. 25 ഏക്കർ വീതം കൃഷിഭൂമിയുള്ള 3 കർഷകരാണ് നാരായണൻകുട്ടി, രാഘവേട്ടൻ, മൊയ്തീൻ. ഇതിൽ ഒന്നാമത്തെ ആളായ നാരായണൻകുട്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് ഒരുവിധം എല്ലാ തരം കൃഷികളും ചെയ്യുന്നുണ്ട്. റബ്ബർ കൃഷിയുണ്ട്, കമുകുണ്ട്, തെങ്ങുണ്ട്, കാപ്പിയുണ്ട്, ഏലമുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ പച്ചക്കറികളുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, കപ്പയുണ്ട്, കാച്ചിലുണ്ട്, നെല്ലുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട് ഈ നാരായണൻകുട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ സെക്ടറുകളും, ഒരുവിധം എല്ലാ തീമുകളും നാരായണൻകുട്ടി കൃഷി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ആളായിട്ടുള്ള രാഘവേട്ടൻ, അദ്ദേഹം എല്ലാ കൃഷികളും ചെയ്യുന്നില്ല. ഒരു പ്രത്യേക തീമിലുള്ള ഇനങ്ങൾ മാത്രമേ അദ്ദേഹം കൃഷി ചെയ്യുന്നുള്ളൂ. അദ്ദേഹം കൃഷി ചെയ്യുന്നത് ഭക്ഷ്യവിഭവങ്ങൾ മാത്രമാണ്. പച്ചക്കറിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, നെല്ലുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്. അങ്ങനത്തെ ഭക്ഷ്യവിഭവങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തീമിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ആളായിട്ടുള്ള മൊയ്തീൻ, അദ്ദേഹം ആകെപ്പാടെ കൃഷി ചെയ്യുന്നത് പച്ചക്കറികൾ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സെക്ടറിലുള്ള കൃഷി മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നാരായണൻകുട്ടി ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൃഷിക്കാരനാണ്. രണ്ടാമനായിട്ടുള്ള രാഘവേട്ടൻ ഒരു തീമാറ്റിക് കർഷകനാണ്. മൂന്നാമനായിട്ടുള്ള മൊയ്തീൻ ഒരു സെക്ടറൽ കൃഷിക്കാരനാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള കൃഷിക്കാരൻ ആരാ? പെട്ടെന്ന് പറ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും, മൊയ്തീനാണ്. കാരണം മൊയ്തീൻ ആകെപ്പാടെ കൃഷി ചെയ്യുന്നത് എന്തുമാത്രമാ? പച്ചക്കറികൾ മാത്രമാ. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സെക്ടർ മാത്രമേ മൊയ്തീൻ എന്ത് ചെയ്യുന്നുള്ളൂ? കൃഷി ചെയ്യുന്നുള്ളൂ. നല്ല വിളവ് പച്ചക്കറിക്ക് ലഭിച്ചാൽ, കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ, നല്ല വിലയും കൂടെ കിട്ടിയാൽ മൊയ്തീന് വളരെ വലിയ ലാഭം കിട്ടും. ഇനി കാലാവസ്ഥ അനുകൂലമായില്ല, അല്ലെങ്കിൽ പച്ചക്കറിക്ക് വിലയില്ലാതായി പോയി, അല്ലെങ്കിൽ വിളവ് മോശമായി പോയി, മൊയ്തീന് വളരെ വലിയ നഷ്ടം സംഭവിക്കും. അപ്പോൾ മൊയ്തീന് മുമ്പിൽ വളരെ വലിയ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, വളരെ വലിയ ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മൊയ്തീൻ ഒരു സെക്ടറൽ കൃഷിക്കാരനാണ്. ഇനി നമ്മുടെ രാഘവേട്ടൻ മൊയ്തീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിസ്ക് അയാൾക്ക് കുറവാണ്. കാരണം അയാൾ പച്ചക്കറി മാത്രമല്ല കൃഷി ചെയ്യുന്നത്, മറിച്ച് ഭക്ഷ്യവിഭവങ്ങൾ എന്ന തീമിൽപ്പെട്ട ഒരുവിധ എല്ലാ ഐറ്റങ്ങളും, ഒരുവിധ എല്ലാ സെക്ടറുകളും, അതാണ് എൻ്റെ പോയിന്റ് കേട്ടോ. ഭക്ഷ്യവിഭവങ്ങൾ എന്ന തീമിൽപ്പെട്ട ഒരുവിധം എല്ലാ സെക്ടറുകളും രാഘവേട്ടൻ കൃഷി ചെയ്യുന്നുണ്ടല്ലോ. പച്ചക്കറിയുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, നെല്ലുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണ്. ഇപ്പം പച്ചക്കറി കൃഷി മോശമായി പോയാലും ചിലപ്പോൾ നെല്ലേല് രാഘവേട്ടൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ വാഴയില് രക്ഷപ്പെടും, അല്ലെങ്കിൽ കപ്പയില് രക്ഷപ്പെടും. ഏതെങ്കിലും 1-2 മോശമായി പോയാലും ബാക്കിയില് രാഘവേട്ടൻ പിടിച്ചു നിൽക്കും. അതായത് മൊയ്തീൻ എന്ന സെക്ടറൽ കൃഷിക്കാരന്റെ അത്രയും വലിയ ബിഗ് ലോസ് സംഭവിക്കാനുള്ള സാധ്യത രാഘവേട്ടൻ എന്ന തീമാറ്റിക് കൃഷിക്കാരനില്ല. അതോടൊപ്പം തന്നെ മൊയ്തീൻ എന്ന സെക്ടറൽ കൃഷിക്കാരൻ ലഭിച്ചേക്കാവുന്ന അത്രയും വലിയ ലാഭം കിട്ടാനുള്ള സാധ്യതയും രാഘവേട്ടൻ എന്ന തീമാറ്റിക് കൃഷിക്കാരനില്ല. ഇനി നമ്മുടെ ഒന്നാമത്തെ ആളായ നാരായണൻകുട്ടി ഏട്ടനോ, വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കൃഷിക്കാരൻ. എല്ലാ തീമിലും പെട്ട ഒരുവിധം എല്ലാ സെക്ടറുകളും അയാൾ കൃഷി ചെയ്യുന്നു. കമ്പാരിറ്റീവ്ലി അദ്ദേഹത്തിന് റിസ്ക് വളരെ കുറവാണ്. 2-3 സെക്ടറുകൾ മോശമായാലും, 2-3 തീമുകൾ തന്നെ മോശമായി പോയാലും പിടിച്ചു നിൽക്കും ആര്? നാരായണൻകുട്ടി ഏട്ടൻ. വളരെ വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി മുമ്പോട്ട് പോകാൻ ആർക്ക് സാധിക്കും? നാരായണൻകുട്ടി ഏട്ടന് സാധിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വ്യത്യസ്തങ്ങളായ സെക്ടറുകളിൽപ്പെട്ട കമ്പനികളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പവർ സെക്ടറിൽപ്പെട്ട കമ്പനികളുണ്ട്, റീറ്റെയിൽ സെക്ടറിൽപ്പെട്ട കമ്പനികളുണ്ട്, ബാങ്കിങ് കമ്പനികളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, ഫാർമ കമ്പനികളുണ്ട്, സിമന്റ് കമ്പനികളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ സെക്ടറിൽപ്പെട്ടവ. ഇനി പല പല സെക്ടറുകളെ കൂട്ടിച്ചേർത്ത് വ്യത്യസ്തങ്ങളായ തീമിൽപ്പെട്ട കമ്പനികൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ തീം. ഇൻഫ്രാസ്ട്രക്ചർ തീമിൽ ചില പ്രത്യേക സെക്ടറുകൾ പെടുന്നുണ്ട്. സിമെന്റ് സെക്ടർ, കൺസ്ട്രക്ഷൻ സെക്ടർ, പവർ സെക്ടർ, ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടർ. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്തുണ്ടാവുക? ഇൻഫ്രാസ്ട്രക്ചർ തീം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുക. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ തീം. അവിടെ ഏതൊക്കെ സെക്ടറിൽപ്പെട്ട കമ്പനികളാണ് വരിക എന്നറിയാവോ? ഫാർമ കമ്പനികൾ, ഹോസ്പിറ്റൽസ്, ഡയഗ്നോസിസ്, വെൽനസ് എന്നീ സെക്ടറിൽപ്പെട്ട കമ്പനികൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുക? ഹെൽത്ത് കെയർ തീം ഉണ്ടാവുക.
അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തിനെ പറ്റിയാ ശരിക്ക്? മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി, സെക്ടറൽ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയും തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയുമാണ് നമ്മൾ പറഞ്ഞു വരിക. നമ്മുടെ കൃഷിക്കാരിൽ മൂന്നാമനായിട്ടുള്ള മൊയ്തീൻ ഒരു സെക്ടറൽ മ്യൂച്വൽ ഫണ്ട് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പച്ചക്കറി എന്ന് പറയുന്ന ഒരു പ്രത്യേക സെക്ടർ കൃഷി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു പ്രത്യേക സെക്ടറിൽപ്പെട്ട കമ്പനികളുടെ ഷെയർസിലേക്ക് മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. അത്തരം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് സെക്ടറൽ ഫണ്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പവർ സെക്ടറിൽപ്പെട്ട കമ്പനികളിലേക്ക് മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, അല്ലെങ്കിൽ ഫാർമ സെക്ടറിലുള്ള കമ്പനികളിലേക്ക് മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകൾ, അതല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനികളിലേക്ക് മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകൾ. ഇതൊക്കെ എന്തുവാ? സെക്ടറൽ മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇതിന്റെയൊക്കെ പേര് തന്നെ പലപ്പോഴും ഡിഫൻസ് ഫണ്ട്, ഫാർമ ഫണ്ട് എന്നിങ്ങനെ ആ സെക്ടറും കൂടെ കൂട്ടിച്ചേർത്തോണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു മൊയ്തീൻ എന്ന് പറയുന്ന സെക്ടറൽ കൃഷിക്കാരൻ, പച്ചക്കറി മാത്രം കൃഷി ചെയ്യുന്നവൻ, അവനാണ് ഏറ്റവും അധികം റിസ്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു. അവന്റെ മുമ്പിൽ എന്താ ഉള്ളത്? ബിഗ് ലോസിനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതുപോലെ ബിഗ് പ്രോഫിറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ഒരു സെക്ടറൽ മ്യൂച്വൽ ഫണ്ടിന്റെ കേസ്. അവിടെ ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഉണ്ട്. അവിടെ എന്തുണ്ട്? ബിഗ് ലോസിനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതുപോലെ ബിഗ് പ്രോഫിറ്റിനുള്ള പോസിബിലിറ്റിയും ഉണ്ടെന്നുള്ളതാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ കൃഷിക്കാരനായിട്ടുള്ള രാഘവേട്ടൻ ഒരു തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടിന് ഉദാഹരണമാണ്. എന്താ തീമാറ്റിക് മ്യൂച്വൽ ഫണ്ട്? ഒരു പ്രത്യേക തീമിൽപ്പെട്ട സെക്ടറുകളിലെ കമ്പനികളിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് തീമാറ്റിക് ഫണ്ടുകൾ. നമ്മുടെ രാഘവേട്ടൻ എന്തായിരുന്നു പ്രശ്നം? രാഘവേട്ടൻ ഏത് തീമിലുള്ള ഐറ്റങ്ങൾ മാത്രമാണ് കൃഷി ചെയ്യുന്നത്? ഭക്ഷ്യവിഭവങ്ങൾ. അതിനകത്തെ എല്ലാ സെക്ടറും തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു തീമാണ് ഹെൽത്ത് കെയർ എന്നുള്ളത്. ഹെൽത്ത് കെയർ എന്ന തീമിൽ പല പല സെക്ടറിൽപ്പെട്ട കമ്പനികൾ വരുന്നുണ്ട്. ഏതൊക്കെയാ സെക്ടർ? ഫാർമ സെക്ടർ വരുന്നുണ്ട്, ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, ഡയഗ്നോസിസ് വരുന്നുണ്ട്, വെൽനസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ സെക്ടറുകൾ ഉൾപ്പെട്ടതാണ് എന്ത്? ഹെൽത്ത് കെയർ എന്ന് പറയുന്ന തീം. അപ്പൊ ഈ തീമിൽപ്പെട്ട സെക്ടറുകളിലെ കമ്പനികളിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ അവ എന്താ? തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു തീമുണ്ട്. അവിടെ സിമെന്റ് സെക്ടർ ഉണ്ട്, പവർ സെക്ടർ ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടർ ഉണ്ട്, കൺസ്ട്രക്ഷൻ സെക്ടർ ഉണ്ട്. ഈ സെക്ടേഴ്സ് എല്ലാം ഉൾപ്പെട്ടതാണ് എന്ത്? ഇൻഫ്രാസ്ട്രക്ചർ തീം. ഈ ഇൻഫ്രാസ്ട്രക്ചർ തീമിലെ സെക്ടേഴ്സിൽപ്പെട്ട കമ്പനികളുടെ ഷെയർസിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും എന്ത് തന്നെയാണ്? തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇപ്പൊ തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടുകളും ആ ഒരു പേര് തന്നെ അറിയപ്പെടുക. ഹെൽത്ത് കെയർ ഫണ്ടുകൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകൾ എന്നൊരു പേരും കൂടെ കൂട്ടിച്ചേർത്തായിരിക്കും അറിയപ്പെടുക. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. സെക്ടറൽ ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീമാറ്റിക് ഫണ്ടുകൾക്ക് ഒരല്പം റിസ്ക് കുറവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊയ്തീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രാഘവേട്ടൻ അല്പം കൂടെ കുറഞ്ഞ റിസ്ക് ആയി എടുത്തിരിക്കുന്നത്. അതറിയാമല്ലോ അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീമാറ്റിക് ഫണ്ടുകളുടെ കേസിൽ സെക്ടറൽ ഫണ്ടിന്റെ അത്രയും ബിഗ് ലോസ് വരാനുള്ള സാധ്യതയില്ല, അതുപോലെ സെക്ടറൽ ഫണ്ടുകളുടെ അത്രയും ബിഗ് പ്രോഫിറ്റ് വരാനുള്ള സാധ്യതയില്ല. ഇനി നമ്മുടെ ഒന്നാമത്തെ കർഷകനായിട്ടുള്ള നാരായണൻകുട്ടി ഏട്ടനെ പറ്റി എന്താ പറഞ്ഞേ? വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കൃഷിക്കാരൻ. എല്ലാ സെക്ടറുകളിലും എല്ലാ തീമുകളിലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ മ്യൂച്വൽ ഫണ്ടുകളാണ് നമ്മുടെ സാധാരണ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ. നമ്മൾ ഈ ഫ്ലെക്സി ക്യാപ്പ്, ഈ മൾട്ടി ക്യാപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഈ സാധാരണ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ, മിഡ് ക്യാപ്പ് ഫണ്ടുകൾ, സ്മോൾ ക്യാപ്പ്, ഇതൊക്കെ എന്താണ് ശരിക്ക് നമ്മുടെ ഒന്നാമത്തെ കൃഷിക്കാരനായിട്ടുള്ള നാരായണൻകുട്ടി ഏട്ടനെ പോലെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം അത് എല്ലാ തീമിലും ഒരുവിധം എല്ലാ സെക്ടറിലും പെട്ട കമ്പനികളുടെ ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ്. ഇവിടെ റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. കാർഷിക മേഖലയിൽ എത്ര വലിയ തകർച്ച ഉണ്ടായാലും തന്നെ ആര് പിടിച്ചു നിൽക്കും? നാരായണൻകുട്ടി ഏട്ടൻ പിടിച്ചു നിൽക്കും. കാരണം ഒന്നോ രണ്ടോ സെക്ടറോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തീമോ മോശമായി പോയാലും ബാക്കിയുള്ളത് കൊണ്ട് നാരായണൻകുട്ടി ഏട്ടൻ പിടിച്ചു നിൽക്കും, വീണു പോവില്ല. അതുപോലെയാണ് സാധാരണ നമ്മുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ സെക്ടറിലോ തീമാറ്റിക്കോ അല്ലാത്ത മ്യൂച്വൽ ഫണ്ടുകൾ. റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. വളരെ വലിയ ലോസ് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്, അതുപോലെ വളരെ വലിയ പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നോർമൽ ആയിട്ടുള്ള റിട്ടേൺ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനി ഇത്തരത്തിലുള്ള തീമാറ്റിക് ഫണ്ടുകളിലും സെക്ടറൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം അത് നമ്മുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു കാര്യമാണ്.
ഒരിക്കലും നമ്മുടെ മൊത്തം എമൗണ്ടും ഇത്തരം ഫണ്ടുകളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷിക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സെക്ടറിനെ പറ്റിയും അല്ലെങ്കിൽ ഓരോ തീമിനെ പറ്റിയും നിങ്ങൾക്കുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ അഡ്വൈസറുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് ഒരു ചെറിയ പോർഷനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞങ്ങൾ വഴി ഒരുപാട് ക്ലയൻസ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ ഏതാണ്ട് 6% താഴെ മാത്രമേ ഉള്ളൂ ഈ സെക്ടറൽ ആൻഡ് തീമാറ്റിക് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു എന്താണ് സെക്ടറൽ മ്യൂച്വൽ ഫണ്ട്, എന്താണ് തീമാറ്റിക് മ്യൂച്വൽ ഫണ്ട് എന്നുള്ള കാര്യമൊക്കെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.